DRDOയുടെ സഹായത്തോടെയും വികസന പ്രവർത്തനങ്ങളിലൂടെയും ഇന്ത്യ ശാസ്ത്ര സൈനിക ഉപകരണ നിർമ്മാണത്തിൽ മുൻനിരയിലേക്ക് എത്തുകയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യയുടെ നിർഭയ്. 3 സേനകൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലാണ് നിർഭയിന്റെ നിർമ്മാണം. സേനയ്ക്കും മുതൽക്കൂട്ടാകും നിർഭയ് മിസൈലുകൾ. സംഘർഷ സമയങ്ങളിൽ ശത്രുവിനെ ചെറുത്ത് നിൽക്കുന്നതിനായി 1000 കിലോമീറ്റർ പരിധി വരെ സഞ്ചരിക്കാൻ ഇവയ്ക്ക് സാധിക്കും. കമാൻഡർമാർക്ക് ഓപ്ഷനുകൾ നൽകാം, അതുവഴി മികച്ച പ്രതിരോധം തീർക്കാം. ഇതിനെല്ലാം കുറ്റമറ്റതാണ് നിർഭയ് മിസൈൽ. ബ്രഹ്മോസ് മിസൈലുകൾക്കൊപ്പമാകും ഇവയുടെ വിന്യാസം. പ്രതിരോധ സേന പടിപടിയായി സൃഷ്ടിക്കുന്ന റോക്കറ്റ് ഫോഴ്സിന്റെ ഭാഗമായിരിക്കും നിർഭയ് മിസൈലുകൾ. പേര് കേൾക്കുമ്പോൾ തന്നെ ആ പേര് പോലെ തന്നെ ഭയമില്ലാത്തവൻ, എന്നാൽ ഇവനെ ഭയക്കുന്നവർ ഇപ്പോൾ നിരവധിയാണ്. ഇപ്പോൾ തുർക്കിയുടെ മുട്ടും ചങ്കും ഇടിച്ചു തുടങ്ങി എന്നാണ് റിപ്പോർട്ട്. ഇന്ത്യയിൽ നിന്ന് ഇത് വാങ്ങാൻ തുർക്കിയുടെ 1-ാം നമ്പർ ശത്രു കട്ട വെയിറ്റിംഗിലാണ്, ഗ്രീസ്. ഇതെങ്ങാനും ഗ്രീസിന്റെ കയ്യിലെത്തിയാൽ തുർക്കിയുടെ അടപ്പിളകും എന്നത് ഉറപ്പ്. DRDO വികസിപ്പിച്ച ഇന്ത്യയുടെ നിർഭയ് എന്ന ക്രൂയിസ് മിസൈലിന്റെ വീര്യം കൂടിയ പുതിയ പതിപ്പിൽ ഭീതി പ്രകടിപ്പിച്ചിരിക്കുകയാണ് തുർക്കിയിലെ മാധ്യമങ്ങൾ. ഈ ക്രൂയിസ് മിസൈൽ ഗ്രീസിന് കിട്ടിയാൽ പല രീതികളിൽ തുർക്കിക്ക് പണിയാകും എന്ന് അവർ മുൻകൂട്ടി കണ്ടു കഴിഞ്ഞു. ഇന്ത്യ കരുതിക്കൂട്ടി തന്നെയാണ് തുർക്കി ഉപയോഗിക്കുന്ന S-400 വ്യോമ പ്രതിരോധത്തെ തടയാൻ അതുക്കും മേലെയുള്ള ആയുധം വേണം എന്ന് മനസ്സിലാക്കി നിർഭയ് മിസൈൽ വികസിപ്പിച്ചത്. നിർഭയ് മിസൈൽ S-400ന്റെ കണ്ണുവെട്ടിക്കും, കരയിൽ നിന്നും തൊടുക്കാം എന്നതാണ് ഏറെ പ്രത്യേകത. നിർഭയ് സബ്സോണിക് മിസൈൽ ആവശ്യം വന്നാൽ 1000 കിലോമീറ്ററിനകത്തുള്ള ശത്രുവിന്റെ കേന്ദ്രവും തകർക്കും. ആകാശ് മിസൈൽ നിയന്ത്രിത സംവിധാനം ഒരു സമയത്ത് 64 ലക്ഷ്യങ്ങൾ കേന്ദ്രീകരിക്കാനും ഒറ്റ സമയം 12 ലക്ഷം ഭേദിക്കാനുമാകും. മോദിയുടെ നീക്കങ്ങൾ വളരെ വ്യക്തമായി എപ്പോഴും എല്ലാ ശത്രുക്കളെയും അളന്നു മുറിച്ചുള്ളതാണ്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ മോദി ഒന്നും കണ്ടിറങ്ങില്ല. ഇന്ത്യ അടിക്കാൻ പാകിസ്ഥാന് ആയുധങ്ങൾ നൽകുക വഴി തുർക്കി എന്ന് പറയുന്ന രാജ്യം ഭാരതീയരുടെ 1-ാം നമ്പർ ശത്രുവാണ്. തുർക്കിയിൽ ഭൂകമ്പമുണ്ടായപ്പോൾ ഇന്ത്യ ഏറെ സഹായങ്ങൾ അങ്ങോട്ട് നൽകിയിരുന്നു. പക്ഷേ പാകിസ്ഥാനുമായി യുദ്ധമുണ്ടായപ്പോൾ തുർക്കി ചെയ്തത് മതം നോക്കി കാര്യങ്ങൾ ചെയ്തു. പാകിസ്ഥാൻ എന്ന സുന്നി മുസ്ലിം രാജ്യത്തെ അവർ സഹായിച്ചു. തുർക്കിയും എർദോഗാനും നിരവധി ഡ്രോണുകളും മിസൈലുകളും തുർക്കി പ്രസിഡന്റ് എർദോഗാൻ പാകിസ്ഥാന് നൽകി. തുർക്കിക്ക് അസമാധാനം സൃഷ്ടിക്കാനുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുക തന്നെയാണ് ഇപ്പോൾ ഇന്ത്യക്കാർ. തുർക്കിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും തുർക്കി കമ്പനികളുടെ സേവനങ്ങളും ഇന്ത്യ ഓരോന്നായി ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മുംബൈ ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളിൽ സുരക്ഷ അപകടപ്പെടുത്താവുന്ന ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് പോലും തുർക്കിയിൽ നിന്നുള്ള ചെലബി എന്ന കമ്പനിയാണ് ഏറ്റെടുത്ത് നടത്തിപ്പോന്നിരുന്നത്. ഇപ്പോൾ മുംബൈ ഹൈക്കോടതി തുർക്കി കമ്പനിക്കെതിരായ വിധി പുറപ്പെടുവിച്ചു കഴിഞ്ഞു. തുർക്കിയുടെ മാർബിളും ആപ്പിളും ഇന്ത്യ അതിവേഗം ഉപേക്ഷിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളുടെ വരുമാനം തുർക്കിക്ക് പ്രധാനമായിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളുടെ ഒഴുക്കും കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ തുർക്കിയിലെ ഇസ്താംബുളിലേക്കുള്ള യാത്ര ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഏകദേശം 22,000-ലധികം പേരാണ് റദ്ദാക്കിയത്. അതിനിടെ സൈപ്രസ്, ഗ്രീസ് എന്നീ 2 രാജ്യങ്ങളുമായുള്ള സൗഹൃദം മോദി കൂടുതൽ ഊഷ്മളമാക്കുന്നു. ഈയിടെ 2 രാജ്യങ്ങളിലും അദ്ദേഹം സന്ദർശനം നടത്തി. രണ്ടും തുർക്കിയുടെ അയൽ രാജ്യങ്ങളാണ്. മാത്രമല്ല തുർക്കിയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള രാജ്യങ്ങൾ കൂടിയാണ്. സൈപ്രസുമായും ഗ്രീസുമായും ഇസ്രയേലും അടുപ്പത്തിലാണ്. അതായത് മോദിയുടെ സൈപ്രസും ഗ്രീസുമായുള്ള ബന്ധം ഇസ്രയേലിനും അറിയാമെന്നർത്ഥം. ഗ്രീസ് ഒരു ക്രിസ്ത്യൻ രാജ്യമാണെങ്കിൽ തുർക്കി സമ്പൂർണ്ണ സുന്നി മുസ്ലിം രാജ്യമാണ്. ഗ്രീസിന്റേതായ മെഡിറ്ററേനിയൻ കടലിലുള്ള പല ദ്വീപുകളും തുർക്കിയും തുർക്കി പ്രസിഡന്റ് എർദോഗാനും പിടിച്ചെടുത്തിരിക്കുകയാണ്. അതുപോലെ സൈപ്രസിലെ സുന്നി മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു ഭാഗവും എർദോഗാൻ പിടിച്ചെടുത്തിട്ടുണ്ട്. തുർക്കി നൽകിയ മുറിവുകൾ സൈപ്രസിന്റെയും ഗ്രീസിന്റെയും ഉറക്കം കെടുത്തുകയാണ്. ഇന്ത്യ ഇപ്പോൾ ആയുധങ്ങൾ നൽകി ഗ്രീസിനെയും സൈപ്രസിനെയും സഹായിക്കുന്നു. ഈയിടെ ഇന്ത്യ ഗ്രീസിന് ലോങ് റേഞ്ച് മിസൈൽ നൽകിയതായിട്ടും കേട്ടു. LRLACM എന്നാണ് ഇതിന്റെ പേര്. കടലിൽ നിന്നും 1000 കിലോമീറ്ററും കരയിൽ നിന്നും വിട്ടാൽ 1500 കിലോമീറ്റർ വരെയും റേഞ്ചുള്ള മിസൈലാണിത്. ഇത് ഗ്രീസിൽ നിന്നും വിട്ടാൽ തുർക്കിയിൽ എത്തുമെന്ന് പറയുന്നു. ഇന്ത്യ ഈ മിസൈൽ ഗ്രീസിന് നൽകാൻ പോകുന്നതിനെതിരെ എർദോഗാനും തുർക്കിയും ഇന്ത്യയെ വിമർശിക്കുകയാണ്. എന്തായാലും നരേന്ദ്രമോദിയുടെ ഇമ്പാക്ട് അത് തുർക്കിയിൽ പ്രതിഫലിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മോദിയുടെ സന്ദർശനത്തോടെ സൈപ്രസും ഗ്രീസും പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. അതോടെ അവർ ഇന്ത്യയിൽ നിന്നും കൂടുതൽ ആയുധങ്ങൾ വാങ്ങും. അങ്ങനെ വരുമ്പോൾ അത് തുർക്കിയെ വളരെയധികം വലിയ രീതിയിൽ ബാധിക്കും. പാകിസ്ഥാനിൽ നാശം വിതച്ച ബ്രഹ്മോസ് വരെ ചിലപ്പോൾ ഇനി തുർക്കി വാങ്ങാൻ സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.